ദിലീപി ജനിക്കുന്നത് അപ്പോത്തിക്കിരി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് അരുൺ വന്ന് ഇതിൻ്റെ കഥ പറയുന്നത്. കേട്ടപ്പോൾ തന്നെ എന്തോ വളരെ ഒരു ഫീൽ ഗുഡ് സിനിമ പോലെ തോന്നി. കാരണം 2 കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ഒരാൾ, എന്നിട്ട് എല്ലാ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു നെറ്റി ചുളിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തോന്നുന്നു. ഒരുപാട് ട്വിസ്റ്റുകളോ ഒരുപാട് അവകാശവാദങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പാവം സിനിമയാണ്. പക്ഷേ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പോത്തിക്കിരി സമയത്ത് വന്ന് കഥ പറഞ്ഞു, പക്ഷേ പ്രൊഡ്യൂസർ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വിജയേട്ടനെ വിളിച്ച് പറയുകയും, വിജയേട്ടാ ഇങ്ങനൊരു കഥ കേൾക്കും. വിജയേട്ടൻ ഒരു 10-100 കഥ കേട്ടിട്ടിരിക്കുന്ന സമയമുണ്ട്, ക്ഷീണിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ആ സമയത്ത് കേൾക്കാൻ ചെയ്യാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടു. അങ്ങനെ വിജയേട്ടൻ പറഞ്ഞു, ജയ നമുക്കിത് ചെയ്യാം, എന്തോ ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മൈ ബോസിന് ശേഷം ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അദ്ദേഹത്തിനെ സമീപിച്ചെങ്കിൽ അദ്ദേഹം ആർക്കും കൈ കൊടുക്കാതെ ഈ സിനിമയ്ക്ക് അദ്ദേഹം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ സംഭവം ഈ സിനിമയിലുണ്ടെന്ന് എന്താ പറയുക, ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിനുമൊക്കെ ഉണ്ടായി. പിന്നെ ഇതിനു മുമ്പ് ആക്ഷനും കട്ടും ചെറിയ 10 സെക്കൻഡും 15 സെക്കൻഡും 1 മിനിറ്റിനും വേണ്ടി മാത്രമാണ് അരുൺ പറഞ്ഞതെങ്കിൽ, ആദ്യമായിട്ടാണ് അരുൺ ഒരു 2 മണിക്കൂർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആക്ഷനും കട്ടും പറയുന്നത്. ഒരു സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. ആ നിർമ്മാതാവ് മാർക്കറ്റിംഗ് കൂടി അറിയാവുന്ന ഒരു വ്യക്തിയാകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് സിനിമയ്ക്ക്. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച രാത്രി പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ. അതൊക്കെ മാറി വരേണ്ട സമയം ആയിക്കഴിഞ്ഞു. അതിൻ്റെയൊക്കെ തുടക്കമായിരിക്കണം ഇതൊരു. കാരണം ഷൂട്ടിംഗ് 21-ാം തീയതി പാക്കപ്പ് ആവണേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഇത്രയും വലിയ രീതിയിൽ ഓഡിയോ ലോഞ്ച് വെച്ച വിജയേട്ടാ, ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമായി മാറട്ടെ. അതുപോലെ തന്നെ ബിജിപാൽ എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു മലയാളിത്വത്തിൻ്റെ ഒരു സുഖമുണ്ടാവും ആ പാട്ട് കേൾക്കാനും അതിൻ്റെ ഋതത്തിനും. ബിജിപാൽ, ഞാൻ പുണ്യാളന ഗർഭത്തീസ് എന്ന് പറയുന്ന ചിത്രം ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. രഞ്ജിത്ത് ശങ്കർ ഇട്ടിരിക്കുന്നുണ്ട്, അദ്ദേഹമാണ് സംവിധായകൻ. അപ്പോൾ ആ ചിത്രത്തിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു. അതോടുകൂടി ബിജിപാൽ മ്യൂസിക് ഡയറക്ഷൻ നിർത്തി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇല്ല, അദ്ദേഹം ഇതിലും ഗംഭീരമായിട്ടുള്ള 3-4 സോങ്സ് നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സന്തോഷ് വർമ്മയുടെ ഗംഭീരമായിട്ടുള്ള ലിറിക്സ്, അതുപോലെ തന്നെ ശശികല മാം, ജയേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ശബ്ദം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചിരിക്കുന്ന മുഖം തിയേറ്ററിലും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.